Welcome back to our channel. In this class, we are going to discuss the chapter His First Flight, a story written by Liam Flaherty. Dear students, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയാണ്. ലിയാം ഫ്ലാഹർട്ടി എഴുതിയ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിസൺ ടു ദ പ്രൊഫൈൽ ഓഫ് ലിയാം ഫ്ലാഹർട്ടി. Liam Flaherty was born in 1896 and died in 1984. He was an Irish novelist and a short story writer. ലിയാം ഫ്ലാഹർട്ടി 1896 ജനിച്ചത്. അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഹിസ് വർക്ക്സ് ആർ നോട്ടഡ് ഫോർ ദെയർ സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ്സ് പ്രോബ്ലംസ് ആൻഡ് ദ വേസ് ഓഫ് ഓവർകമ്മിങ് ദം. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വർക്ക്സിൻ്റെയും തീം എന്ന് പറയുന്നത് ഹൗ ടു ഓവർകം ദ പ്രോബ്ലംസ് ഇൻ ലൈഫ്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം, അതിലേക്കുള്ള സൈക്കോളജിക്കൽ ഇൻസൈറ്റാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സിലും ചർച്ച ചെയ്യുന്ന കാര്യം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് പഠിക്കാനുള്ള ഈ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദാറ്റ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ആവശ്യം, സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യം ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്, ഫാമിലി ലൈഫിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ബേർഡ്സ് ദ റൈറ്റർ കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് ദാറ്റ് മീൻസ് സ്വാശ്രയത്വത്തെക്കുറിച്ചാണ് ഓദർ പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള യങ് സീഗളിൻ്റെ ലൈഫിലൂടെ ഓദർ നമ്മോട് പറയുന്നത്. നൗ ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, that is a story written by Liam Flaherty. Now listen to first paragraph. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. The young seagull was alone on his ledge. We know that the central character was a young seagull. He was alone on his ledge. ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ഒരു യങ് സീഗൾ ആണ്. സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ദിസ് യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. യങ് സീഗൾ അവന് വിരിഞ്ഞിട്ടുള്ള ആ ലെഡ്ജിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കടലിൽ ഉള്ള ആ ചെറിയ ഉയർന്ന ലെഡ്ജിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഒരു ദിവസം മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ, പറന്ന് തുടങ്ങിയിട്ടുണ്ട്, പറന്നു പോയിട്ടുണ്ട്. He had been afraid to fly with them. The problem of this young seagull was he afraid to fly. യങ് സീഗളിൻ്റെ പ്രോബ്ലം എന്താ? ഹി അഫ്രൈഡ് ടു ഫ്ലൈ. അവന് പറക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ അവന് ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററുടെയും കൂടെ പറക്കാൻ സാധിച്ചിട്ടില്ല. Somehow, when he had taken a little rein forward to the brink of the ledge and attempted to flap his wings, he became afraid. This young seagull tried to fly. യങ് സീഗൾ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവന് ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് ഓടുന്നുണ്ട്. ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, ചിറക് വീശാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹി ബിക്കെയിം അഫ്രൈഡ്. അവന് പേടിക്കുകയാണ്, അവന് കോൺഫിഡൻസ് ഇല്ല. അവന് ചിന്തിക്കുകയാണ് എന്താ? ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ഹി ഫെൽറ്റ് സെർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ യങ് സീകൾ പറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവന് ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് ഓടുന്നുണ്ട്, ചിറക് വീശുന്നുണ്ട്. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഹി ബിക്കെയിം അഫ്രൈഡ്. അവന് പേടിക്കുന്നുണ്ട്. കാരണം എന്താ? ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. അവന് താഴേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ലെഡ്ജിൻ്റെ താഴെ സീ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. വിശാലമായ കടലാണ് കാണുന്നത്. ഇറ്റ് വാസ് മൈൽസ് ഡൗൺ. അതെന്താ? മൈല് കണക്കിനുണ്ട്, കിലോമീറ്റർ കണക്കിന് അത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഹി ഫെൽറ്റ് സെർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവനെന്താ ചിന്തിക്കുന്നത്? ഹിസ് വിങ്സ് നോട്ട് സപ്പോർട്ടഡ് ഹിം. അവന് പറക്കുന്ന സമയത്ത് വിങ്സ് ചിലപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യൂല. സോ ഹി ബിക്കെയിം അഫ്രൈഡ്. അതുകൊണ്ട് അവന് പേടിക്കുന്നു, അവന് പറക്കാൻ സാധിക്കുന്നില്ല. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അതോടുകൂടി അവൻ എന്ത് ചെയ്തു? കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ പേടിച്ച് തലകുനിച്ച് അവന് രാത്രിയൊക്കെ ഉറങ്ങുന്ന ഹോളിലേക്ക്, ലെഡ്ജിലൊരു ഹോളിലാണ് അവൻ ഉറങ്ങുന്നത്, അതിലേക്ക് തിരിച്ചു വരികയാണ്.
Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away, he failed to muster up courage to take that plank which appeared to him so desperate. Even when each of his brothers and his little sister, whose wings were far shorter than his own, യങ് സീകളിൻ്റെ കൂടെ വിരിഞ്ഞിട്ടുള്ള അവൻ്റെ രണ്ട് ബ്രദേഴ്സും അവൻ്റെ ഒരു സിസ്റ്ററും എന്ത് ചെയ്തു, അവർ നേരെ ബ്രിങ്കിൻ്റെ അറ്റത്തേക്ക് ഓടുകയാണ്, ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് ഓടുകയാണ്, അവരുടെ ചിറക് വീശാണ്, അവർ പറന്നു തുടങ്ങുകയാണ്. ബട്ട് ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ്. ബട്ട് യങ് സീകളിന് ഒരിക്കലും കറേജ് കിട്ടുന്നില്ല, ധൈര്യം കിട്ടുന്നില്ല ടു ടേക്ക് ദാറ്റ് പ്ലാൻ, ആ സാഹസം ചെയ്യാൻ, പറക്കുക എന്ന സാഹസം ചെയ്യാൻ അവനൊരിക്കലും കോൺഫിഡൻസ് കിട്ടുന്നില്ല. വിച്ച് അപ്പിയർ ടു ഹിം സോ ഡെസ്പറേറ്റ്, അതോടുകൂടി അവന് നിരാശനാവാണ്. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം സ്ട്രില്ലി, അതോടുകൂടി ഇവന് പറക്കാതിരിക്കുന്ന സമയത്ത് കൂടെയുള്ളവരൊക്കെ പറന്നു തുടങ്ങി, ഇവന് മാത്രം പറക്കാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫാദറും മദറും വന്നിട്ട് അവനെ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്, സ്കോൾഡിങ് ഹിം, വഴക്ക് പറയുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്ജ്. ലാസ്റ്റ് പാരൻസ് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഭീഷണിപ്പെടുത്തുന്നത്? ടു ലെറ്റ് ഹിം സ്റ്റാവ്, അവനെ പട്ടിണിക്കിടും. അൺലെസ് ഹി ഫ്ലൂ അവേ, ഇനിയും പറന്നു തുടങ്ങിയില്ലെങ്കിൽ അവനെ പട്ടിണിക്കിടുമെന്ന് പാരൻസ് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്, പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവനൊരിക്കലും പറക്കാൻ സാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഹി ഹാസ് നോ കോൺഫിഡൻസ്, ഹി അഫ്രൈഡ് ടു ഫ്ലൈ. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ദാറ്റ് വാസ് 24 hours ago. Since then, nobody had come near him. The day before, all day long, he watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the worms and how to dive for fish. ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ദാറ്റ് വാസ് 24 hours ago. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, പാരൻസ് ലാസ്റ്റ് യങ് സീകളിനെ ത്രെറ്റൻ ചെയ്യാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഭീഷണി? ടു കെപ്റ്റ് ഹിം സ്റ്റാവിങ്, അവനെ പട്ടിണിക്കിടും. ആ ഭീഷണി കഴിഞ്ഞിട്ട്, ആ ത്രെറ്റനിങ് കഴിഞ്ഞിട്ട്, നൗ 24 hours ago, അത് 24 മണിക്കൂർ മുന്നെയാണ് പാരൻസ് ത്രെറ്റൻ ചെയ്തത്. സിൻസ് ദെൻ, അതിനുശേഷം എന്താ, നോബഡി ഹാഡ് കം നിയർ ഹിം, ഒരാളും അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ദ ഡേ ബിഫോർ, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight. യങ് സീകൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ അവൻ്റെ ലഡിച്ചിൽ, പാരൻസും ബ്രദേഴ്സും സിസ്റ്ററൊക്കെ ആ ലഡിച്ചിൽ നിന്ന് പറന്നു പോയിട്ട് അപ്പുറത്തെ ലഡിച്ചിലാണ് ഉള്ളത്. സോ യങ് സീകൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. അവൻ എന്താണ് വാച്ച് ചെയ്യുന്നത്? ഈ സമയത്ത് അവൻ്റെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഒക്കെ ആർട്ട് ഓഫ് ഫ്ലൈറ്റിംഗ്, അല്ലേ, എങ്ങനെ പറക്കണം, അതിലെ ഓരോ ടെക്നിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേർബ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെ വേർബ്സിൽ സ്കിം ചെയ്യണം, അതേപോലെ എങ്ങനെ ഫിഷിനെ പിടിക്കണം, ഈ കാര്യങ്ങളൊക്കെ ടീച്ച് ചെയ്യായിരുന്നു. ഹി ഹാഡ് ഇൻഫാക്ട് സീൻ ഹിസ് എൽഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡീവർ ഇറ്റ്. യങ് സീകൾ എന്തും വാച്ച് ചെയ്യുന്നുണ്ട്? ഈ സമയത്ത് അവൻ്റെ എൽഡർ ബ്രദർ സ്വന്തമായിട്ടൊരു ഫിഷിനെ പിടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഹെറിങ്ങിനെ പിടിച്ചിട്ടുണ്ട്, ആൻഡ് ഡീവർ ഇറ്റ്, അതിനെ കഴിക്കുന്നതും കാണുന്നുണ്ട്, അതിനെ വിഴുങ്ങുന്നതും കാണുന്നുണ്ട്. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റൈസിങ് എ പ്രൗഡ് കാക്കൽ. എൽഡർ ബ്രദർ ഒരു റോക്കിലിരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ, ഈ ഫിഷ് കഴിക്കുമ്പോൾ, പാരൻസ് അവന് ചുറ്റും പ്രൈസ്, അല്ലെ, അഭിമാനത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പ്രൈസിങ് ഹിം ആൻഡ് ഓൾസോ റൈസിങ് എ പ്രൗഡ് കാക്കൽ, അല്ലേ, അവനെ അഭിനന്ദിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി കരയുന്നുണ്ട്. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ വോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലാറ്റു മിഡ് വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ്. അപ്പുറത്തുള്ള ക്ലിഫ്, അപ്പുറത്തൊരു പാറക്കൂട്ടുണ്ട്, അതിലാണ് ഇപ്പോൾ പാരൻസും ബ്രദേഴ്സും സിസ്റ്ററും ഇരിക്കുന്നത്. അവരിവനെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ലോഫിങ് അറ്റ് ഹിസ് കവാഡൈസ്, അവൻ്റെ ഭീരുത്വത്തെ, കവാഡൈസിനെ കളിയാക്കി ചിരിക്കുകയാണ്. സോ നമ്മളിവിടെ എന്താ കാണുന്നത്? യങ് സീകളിൽ ഒറ്റയ്ക്ക് അവൻ്റെ ലഡിച്ചിലിരിക്കുകയാണ്. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് പാരൻസോ ബ്രദേഴ്സോ സിസ്റ്ററോ അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. Listen to next paragraph. The sun was now ascending the sky. It is morning time and the sun was ascending on the sky, blazing warmly on his ledge that faced. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദർ ഈസ് എ ഹെവി ലൈറ്റ്, അല്ലേ, നല്ല ലൈറ്റ് ഉണ്ട്. അത് അവൻ്റെ ലെഡ്ജിനെ എന്താക്കുന്നുണ്ട്? വാമാക്കുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. ഹി ഫെൽറ്റ് ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ.
അവന് ചൂട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഹീറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ? കഴിഞ്ഞ രാത്രി മുതൽ അവനൊന്നും കഴിച്ചിട്ടില്ല. ദെൻ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൽസ് ടെയിൽ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. അവൻ എന്ത് ചെയ്യാണ്? ആ ലെഡ്ജിൽ ഫുഡിന് വേണ്ടി സെർച്ച് ചെയ്യാണ്. എന്തുമാത്രമാണ് കാണുന്നത്? ഒരു മാക്രൈൽ ടെയിൽ, മാക്രൈൽ ഫിഷിൻ്റെ ഒരു ടെയിൽ, വാലിൻ്റെ കഷ്ണം മാത്രമാണ് അവന് കാണുന്നത്. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ബട്ട് അതിലെന്താ? ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് പോലും ഇല്ല. അതായത് അത് കംപ്ലീറ്റ് മുന്നേ കഴിച്ചതിൻ്റെ ബാക്കിയാണ്, അതിൽ ഫുഡിൻ്റെ അംശമൊന്നുമില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവരി ഇഞ്ച് റൂട്ടിംഗ് അമംഗ് ദ റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് വോ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ഹാച്ച്ഡ്. പിന്നെന്താ പറയുന്നത്? അവൻ എല്ലായിടത്തും ഫുഡ് സെർച്ച് ചെയ്യാണ്. ഹി സെർച്ച്ഡ് ഫുഡ് എവരി ഇഞ്ച് റൂട്ടിംഗ് അമംഗ് ദ റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് വേർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്. അവനും ബ്രദേഴ്സും സിസ്റ്ററൊക്കെ വിരിഞ്ഞ കൂട്ടിൽ വരെ, ആ വേസ്റ്റൊക്കെ ഉള്ള കൂട്ടിൽ വരെ അവന് ഫുഡ് തരയാണ്. ഹി ഈവൺ നോവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. മാത്രമല്ല അവർ വിരിഞ്ഞ മുട്ടത്തോട് വരെ അവൻ എന്ത് ചെയ്യാണ്? ഒന്ന് കൊത്തി നോക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. പക്ഷെ അതവന് കഴിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്ന പോലെയാണ് അവന് ഫീൽ ചെയ്തത്. Then listen to next paragraph. He then trotted back and forth from one end of ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. Then young seagull എന്താ ചെയ്യുന്നത്? ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. എവിടെയാ? ഓൺ ദ ലെഡ്ജ്, ലെഡ്ജിൽ എല്ലാ അറ്റത്തേക്കും ഓടി നടക്കുകയാണ്. ഹിസ് ലോങ് ഗ്രേ ലെഗ് സ്റ്റെപ്പിംഗ് ഡെയിൻലി, അവൻ്റെ ലോങ് ഗ്രേ ലെഗ്സ് എന്താണ്? വളരെ പതുക്കെയാണ് വെക്കുന്നത്. എന്തിനാണ് അവന് സെർച്ച് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? ട്രൈയിങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. പറക്കാതെ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക്, ഓപ്പോസിറ്റിലുള്ള ലെഡ്ജിലാണ് പാരൻസ് ഇരിക്കുന്നത്, അവിടെ എത്താൻ വല്ല വഴിയുണ്ടോ? പറക്കാതെ അങ്ങോട്ട് വല്ല കണക്ഷനും ഉണ്ടോ, വഴിയുണ്ടോ എന്നാണ് അവന് അന്വേഷിക്കുന്നത്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം, ബട്ട് അവന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ? അവനിരിക്കുന്ന ലെഡ്ജിൻ്റെ ഓരോ സൈഡും എന്താണ്? ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷീർ ഫാൾ ഓഫ് പേഴ്സിപ്പൈസ്. അത് വളരെ കൂർത്ത ഒരു ഗർത്തങ്ങളാണ്, പാറക്കൂട്ടത്തിൻ്റെ കൂർത്ത ഗർത്തങ്ങളാണ്. വിത്ത് ദ സീ ബിനീത്ത്, താഴെ സീയും ഉണ്ട്. അതായത് അങ്ങോട്ടൊരു കണക്ഷൻ ഇല്ല. ഇത് കടലിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ലെഡ്ജിലാണ് അവനുള്ളത്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അവനും പാരൻസിനും ഇടയിൽ എന്താ? എ ഡീപ്പ് വൈഡ് ക്രാക്ക്, നല്ല വിടവുണ്ട്. അതായത് രണ്ട് ലെഡ്ജായിട്ടാണ് ഇത് ഇരിക്കുന്നത് കടലിൽ. അതിനിടയ്ക്ക് കടലുണ്ട്, അതുകൊണ്ട് ഒരിക്കലും പറക്കാതെ അപ്പുറത്തെത്താൻ സാധിക്കില്ല. ഷുവർലി ഹീ കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത്വേർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹീ വോക്ക്? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. പിന്നെന്താ പറയുന്നത്? അവന് തീർച്ചയായിട്ടും പാരൻസിൻ്റെ അടുത്തേക്ക് എത്താമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഈ ലെഡ്ജും ആ ലെഡ്ജും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. ബട്ട് ഇവിടെ എന്താണ്? ദർ വാസ് നോ ലെഡ്ജ്, ഇവിടെ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഹി വാസ് നോട്ട് എ ഫ്ലൈ, അവന് പറക്കാനും സാധിക്കില്ല. ആൻഡ് അബവ് ഹിം ഹീ കുഡ് സീ നത്തിങ്. ഇനി മുകളിലൂടെ വല്ല മരങ്ങളിലൂടെ അങ്ങനെ എത്താൻ പറ്റുമോ നോക്കി? നോ, അങ്ങനെ ഒരു വഴിയില്ല. ദ പേഴ്സിപ്പൈസ് വാസ് ഷീർ. ഇനി താഴെയിട്ട് ഇറങ്ങാന്ന് വെച്ചാലോ? ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഷീറാണ്, ഷാർപ്പാണ്. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാദർ അവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. താഴെയുള്ള കടലിനേക്കാളും മൂർച്ചയേറിയ ഭാഗമാണ് അവനിരിക്കുന്ന ലെഡ്ജിൻ്റെയൊക്കെ സൈഡ്. ദാറ്റ് മീൻസ് എന്താ? പറക്കാതെ ഒരിക്കലും അവന് അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് സ്റ്റാൻഡിങ് ഓൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ് ഹി ക്ലോസ്ഡ് വൺ ഐ ദെൻ ദ അതർ ആൻഡ് പ്രിറ്റൻഡഡ് ടു ബി ഫാളിങ് അസ്ലീപ്. ഈ സമയത്ത് യങ് സീകളിന് എന്ത് മനസ്സിലായി? പറക്കാതെ ഒരിക്കലും പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവന് പതുക്കെ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്, ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് വന്നിട്ട് അവിടെ ഒരു കാലിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രിറ്റൻഡിങ് ഹി വാസ് അസ്ലീപ്, ഹി വാസ് ഫാളിങ് അസ്ലീപ്, നല്ല ഉറക്കത്തിലാണ് എന്ന് അഭിനയിക്കുകയാണ്. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. പക്ഷെ ഒരിക്കലും അവൻ്റെ പാരൻസ് അവനെ ശ്രദ്ധിക്കുന്നില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈയിങ് ഓൺ ദ പ്ലാറ്റു ഡോസിങ് വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. ഈ സമയത്ത് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ എന്ത് ചെയ്യാണ്? ദേ വർ ഡോസിങ്, ഒരു മയക്കത്തിലാണ്, ഉച്ചമയക്കത്തിലാണ്. വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്, അതായത് ചെറിയൊരു മയക്കത്തിലാണ് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും.
ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ്. ഈ സമയത്ത് ഫാദർ ഫെദേഴ്സ് ക്ലീൻ ചെയ്യാണ് വിത്ത് ഹിസ് വൈറ്റ് ബാഗ്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവൻ ആരും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, മദർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹം ഓൺ ദ പ്ലാറ്റു, ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹം ഓൺ ദ പ്ലാറ്റു. ഓപ്പോസിറ്റിലുള്ള സ്റ്റോണിൽ, ലെഡ്ജിൽ ഒരു ഉയർന്ന ഭാഗത്താണ് മദർ ഇരിക്കുന്നത്. മദറിൻ്റെ ബ്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. മദറിൻ്റെ കയ്യിൽ എന്തുണ്ട്, മദറിൻ്റെ കാലിൽ ഒരു ഫിഷിനെ വെച്ചിട്ടുണ്ട്. അത് മദർ ഇങ്ങനെ പീസാക്കുകയാണ്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡ് ഇൻ ഹിം. ഈ ഫുഡ് കണ്ടപ്പോൾ യങ് സീഗളിന് ഭ്രാന്തി പിടിച്ച പോലെയായി. ബിക്കോസ് ഹി വാസ് എക്സ്ട്രീംലി ഹംഗ്രി. അവന് നല്ല വിശപ്പുണ്ട്. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് ആൻഡ് നൗ ആൻഡ് അഗെയിൻ. യങ് സീകൾ എന്ത് ചെയ്യാണ്, അവൻ്റെ കൊക്കൊക്കെ മൂർച്ച കൂട്ടുകയാണ്. മാത്രമല്ല അവന് ചിന്തിക്കുകയാണ്. അവൻ അങ്ങനെ ഫുഡ് പീസാക്കുന്നത് അങ്ങേയറ്റം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മോർ ദാൻ ദാറ്റ് ഹി വാസ് എക്സ്ട്രീംലി ഹംഗ്രി. ഹി അട്ടേഡ് എ ലോ കാക്കിൾ. ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അപ്പോൾ യങ് സീകൾ എന്ത് ചെയ്യാണ്, ലോ കാക്കിൾ, വളരെ പതുക്കെ കരയാണ്. അവൻ്റെ മദർ അവന് റിപ്ലൈ കൊടുക്കുകയാണ്. മദർ തിരിച്ച് കരയാണ്. ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. യങ് സീകൾ എന്ത് ചെയ്യണം, മദറിനോട് അപേക്ഷിക്കുകയാണ്, ബെഗ് ചെയ്യാണ്, യാചിക്കുകയാണ്. എന്തിനാ, ടു ബ്രിങ് സം ഫുഡ് ഫോർ ഹിം, അവന് കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ. ഗോളോ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. ബട്ട് മദർ അവനെ മോക്കിങ്, പരിഹസിച്ചുകൊണ്ടാണ് തിരിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നത്. ബട്ട് ഹീ ക്യാപ്റ്റ് കോളിംഗ് പ്ലെയിൻലി. യങ് സീകൾ എന്ത് ചെയ്യുന്നുണ്ട്, മദറിനെ വളരെ യാചനാ രൂപത്തിൽ ബെഗ് ചെയ്തുകൊണ്ട് നിരന്തരം വിളിക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേഡ് എ ജോയ്ഫുൾ സ്ക്രീം. പെട്ടെന്നാണ് യങ് സീകളിൻ്റെ അടുത്ത് നിന്ന് ഒരു ജോയ്ഫുൾ സ്ക്രീം കേൾക്കുന്നത്, സന്തോഷമുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. കാരണം എന്താ, ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ഹിം വിത്ത് ഇറ്റ്. കാരണം എന്താ, മദർ ഒരു പീസ് ഓഫ് ഫിഷുമായി അവൻ്റെ അടുത്തേക്ക് പാറി വരുന്നതാണ് യങ് സീകളിൽ കാണുന്നത്. അതുകൊണ്ടാണ് യങ് സീകൾ സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. യങ് സീകളിൽ ലെഡ്ജിലാണ് ഇരിക്കുന്നത്. അവന് മാക്സിമം മദറിൻ്റെ അടുത്തേക്ക് ലീൻ ചെയ്യുന്നുണ്ട്, അല്ലേ, കുനിഞ്ഞു നിൽക്കുന്നുണ്ട്, മദർ വരുമ്പോഴേക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ടാപ്പിംഗ് ഓൺ ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. മദർ പറന്ന് വരുമ്പോൾ പെട്ടെന്ന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവന് ലെഡ്ജിൽ നിന്ന് മാക്സിമം മുന്നോട്ട് കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, അബ്രീസ്റ്റ് ഓഫ് ദ ലെഡ്ജ്, ഷീ ഹാൾട്ടഡ്, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. യങ് സീകൾ അവൻ്റെ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് മാക്സിമം തെന്നി നിൽക്കുന്നുണ്ടെങ്കിലും മദർ ഫുഡുമായിട്ട് വന്നിട്ട് എന്താ ചെയ്തത്, അവന് കൊടുക്കാതെ എയറിൽ അവൻ്റെ ബീക്കിൻ്റെ തൊട്ടടുത്ത് ഫിഷ് വെച്ചിട്ട് നിൽക്കുകയാണ്, ഹാൾട്ട് ചെയ്യാണ്. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്. യങ് സീകൾ ഒരു നിമിഷം സർപ്രൈസ് ആവാണ്. കാരണം എന്താ, വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ. എന്തുകൊണ്ടാണ് മദർ അവൻ്റെ തൊട്ടടുത്തേക്ക് എത്താത്തത്. ആൻഡ് ദെൻ മാഡൻ ബൈ ഹങ്കർ ഹി ഡൈവഡ് അറ്റ് ദ ഫിഷ്. ബട്ട് അടുത്ത മൊമെൻ്റ് എന്ത് ചെയ്തു, യങ് സീകളിന് അങ്ങേയറ്റം വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ യങ് സീകൾ എന്ത് ചെയ്യാണ്, ഈ പീസ് ഓഫ് ഫിഷിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്യാണ്. വിത്ത് എ ലൗഡ് സ്ക്രീം. ഡൈവ് ചെയ്താൽ എന്താ സംഭവിക്കുക, ലെഡ്ജിൽ നിന്ന് താഴേക്ക് വീഴാണ്. അവന് ഉച്ചത്തിൽ സ്ക്രീം ചെയ്യാണ്, കരയാണ്. ഹി ഫെൽ ഔട്ട്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഇൻ ടു സ്പേസ്. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. അപ്പോൾ യങ് സീകൾ താഴേക്ക് പോകുമ്പോൾ കൂടെ മദറും പറക്കുന്നുണ്ട്. മാത്രമല്ല യങ് സീകൾ എന്ത് കേൾക്കുന്നുണ്ട്, മദറിൻ്റെ ചിറകടി ശബ്ദം കേൾക്കുന്നുണ്ട്. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. യങ് സീകൾ താഴേട്ട് പോകുമ്പോൾ അവൻ അങ്ങേയറ്റം പേടിക്കുന്നുണ്ട്. അവൻ്റെ ഹാർട്ട് സ്റ്റില്ലായി. ദാറ്റ് മീൻസ് എന്താ, ഹൃദയമിടിപ്പൊക്കെ നിൽക്കണം, അത്രയും പേടിക്കുകയാണ്. ഹീ കുഡ് ഹിയർ നത്തിങ് ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് അപ്വേർഡ്. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അപ്പോൾ ഒരു നിമിഷം മാത്രമാണ് യങ് സീകളിൽ ഇങ്ങനെ ചിന്തിച്ചത്, അവൻ്റെ ഹാർട്ട് സ്റ്റില്ലായത്. കാരണം അത് അവൻ താഴേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അതിനിടയ്ക്ക് അവന് പോലും അറിയാതെ ചിറക് വീശി പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
ഹി വാസ് നോട്ട് ഫാളിങ് ഹെഡ്ലോങ് നൗ. ചിറക് വീശിയപ്പോൾ എന്താ സംഭവിച്ചത്? അവന് താഴേക്ക് വീഴുന്നില്ല. ഹി വാസ് സോറിങ് ഗ്രാജ്വലി. പതുക്കെ പതുക്കെ ഉയർന്നു വരികയാണ്. ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. അത് താഴേക്കും പോകുന്നുണ്ട്, അവന് വിചാരിച്ച പോലെ പറക്കാനൊന്നും സാധിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രെയ്ഡ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ പേടിയൊക്കെ മാറി. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ഓൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്സ്. അവന് വീണ്ടും ചിറകടിക്കുകയാണ്. ചിറകടിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഉയർന്നു വരികയാണ്. ഹി അട്ടേഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം അഗെയിൻ. ഹി സോഡ് ഹയർ. ഹി റൈസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. പതുക്കെ അവന് ചിറക് വീശാണ്, പറന്ന് തുടങ്ങുകയാണ്. അവന് സന്തോഷത്തോടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അവൻ്റെ മുന്നേ ആര് പറക്കുന്നുണ്ട്? അവൻ്റെ മദർ പറക്കുന്നുണ്ട്. മദർ പറക്കുമ്പോൾ നല്ല ഒരു ലൗഡ് വോയിസും ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചിറകടി ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. ദെൻ ഹി സോ ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം സോറിങ് ആൻഡ് ഡൈവിങ്. അപ്പോൾ മദർ പറക്കുന്നത് കണ്ടു, യങ് സീകൾ പറക്കാൻ തുടങ്ങി. ഇത് കണ്ട് സന്തോഷത്തോടെ അവൻ്റെ ഫാദറും ബ്രദേഴ്സും സിസ്റ്ററും അവൻ്റെ കൂടെ പറക്കാൻ വേണ്ടി വരികയാണ്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. ഇതോടുകൂടി യങ് സീകളിൻ്റെ പേടിയൊക്കെ മാറി. തനിക്ക് പറക്കാൻ പറ്റില്ല എന്നുള്ള ആ പേടി മറികടന്ന് അവന് സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല അവന് പറക്കുന്ന സമയത്ത് ഡൈവ് ചെയ്യാനും സോർ ചെയ്യാനൊക്കെ തുടങ്ങി. താഴേക്കും മുകളിലേക്കൊക്കെ പറക്കാൻ തുടങ്ങി. ഹി വാസ് നിയർ ദ സീ നൗ. ഇപ്പോൾ അവന് സീയുടെ തൊട്ടടുത്തെത്തി. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്. അതിന് മുകളിലൂടെയാണ് പറക്കുന്നത്. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, അല്ലേ? ഓഷ്യൻ്റെ തൊട്ട് മുകളിലൂടെ പറക്കുകയാണ്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി. യങ് സീകൾ എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ എന്ത് കാണുന്നുണ്ട്? ചെറിയ ചെറിയ തിരമാലകൾ, റിഡ്ജസ് കാണുന്നുണ്ട്. അതേപോലെ എന്താണ്? അവന് സൈഡിലേക്കൊക്കെ നോക്കി സന്തോഷത്തോടെ കരയുന്നുണ്ട്. His parents and his brothers and sister had landed on the green floor in front of him. ഈ സമയത്താണ് അവൻ്റെ പാരൻസും ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ എന്ത് ചെയ്യുന്നത്? കടലിൽ ലാൻഡ് ചെയ്യുന്നത്. They were beckoning to him, calling shrilly. അവരെന്ത് ചെയ്യാണ്? യങ് സീകളിനെയും വിളിക്കുകയാണ്. അതായത് യങ് സീകളിനോടും കടലിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. He dropped his legs to stand on the green sea. അവനും എന്ത് ചെയ്യാണ്? കടലിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ലെഗ്സ് വെക്കുകയാണ്. ബട്ട് എന്താ സംഭവിച്ചത്? ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. ലെഗ്സ് അതിലേക്ക് മുങ്ങിപ്പോവാണ്. ആ സമയത്ത് അവന് പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. അവന് പേടിച്ച് വീണ്ടും പറന്നുയരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ചിറക് നന്നായിട്ട് വീശുന്നുണ്ട്. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഉയരാൻ സാധിച്ചില്ല. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രെയിഞ്ച് എക്സസൈസ്. മാത്രമല്ല അവന് നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിഞ്ച് എക്സസൈസ് ആണ്. അതായത് പറക്കൽ എന്നത് അവനെ സംബന്ധിച്ച് ഒരു സ്ട്രെയിഞ്ച് എക്സസൈസ് ആയതുകൊണ്ട് തന്നെ അവന് ഉയരാൻ സാധിച്ചില്ല. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ചഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫർദർ. അങ്ങനെ അവൻ്റെ കാലുകൾ പതുക്കെ വെള്ളത്തിലേക്ക് താഴെയാണ്. അവൻ്റെ ബെല്ലി, വയറെത്തി. ബട്ട് അതിനുശേഷം അവന് താഴ്ന്നില്ല. ദാറ്റ് മീൻസ് അവനവിടെ ലാൻഡ് ചെയ്യാൻ പറ്റി. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അവനിപ്പോൾ എന്ത് ചെയ്യാണ്? കടലിൽ ഉയർന്നു നിൽക്കുകയാണ്. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം ആൻഡ് ദിയർ ബീക്സ് വേർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അപ്പോൾ ഈ സമയത്ത് അവൻ്റെ ഫാമിലിക്കൊക്കെ നല്ല സന്തോഷമായില്ലേ? അവരെന്ത് ചെയ്യാണ്? അവന് ചുറ്റും സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. അവനെ പ്രൈസ് ചെയ്യുക, അവനെ പുകഴ്ത്തുന്നുണ്ട്. ആൻഡ് ദിയർ ബീക്സ്, അവരുടെയൊക്കെ കൊക്കിൽ എന്തുണ്ട്? ഇവനുള്ള ഫുഡ് ഉണ്ട്, ഡോഗ് ഫിഷ് അവർ ഓഫർ ചെയ്യാണ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. യങ് സീകളിൽ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. സോ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ്, കോൺഫിഡൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഹൗ ദിസ് ഫാമിലി എൻകറേജ്ഡ് ദിസ് യങ് സീകൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈ. പിന്നെന്താ പറയുന്നത്? ഈ ഫാമിലി യങ് സീകളിന് എങ്ങനെയാണ് കോൺഫിഡൻസ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ഹിസ് മദർ വാസ് ഹിസ് മോട്ടിവേറ്റർ. അവൻ്റെ അമ്മയാണ് അവൻ്റെ മോട്ടിവേറ്റർ. ഇത്രയൊക്കെ തീമാണ് ഈ സ്റ്റോറിയിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.